നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. പുതിയ മെസ്സിയെ തിരയുന്നത് നിർത്തണം. അത് നടക്കുന്ന കാര്യമല്ല ഇനി ഒരു മെസ്സിയെ കിട്ടുക എന്നുള്ളത്. ലാമിൻ യമാലിനെയൊക്കെ ഒന്ന് ശ്വസിക്കാൻ വിട്, അവന്റെ സൗകര്യത്തിന് വിട്, അവൻ കളിക്കട്ടെ പറയുന്ന ലൂയിസ് എൻട്രിക്കയാണ്. എല്ലാവരും ഒരു താരം കുറച്ച് നന്നായിട്ട് കളിക്കുമ്പോഴേക്കും പുതിയ മെസ്സി, ന്യൂ മെസ്സി എന്ന രൂപത്തിലൊക്കെ വിളിക്കും. ഇപ്പൊ ലാമിൻ യമാൽ 10 നമ്പർ ജേഴ്സി അണിഞ്ഞുകൊണ്ട് ബാഴ്സയ്ക്ക് വേണ്ടി കളിക്കാൻ ഇറങ്ങാൻ പോവുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മേൽ ഓൾറെഡി വലിയ സമ്മർദ്ദം ഉണ്ടാവും. അപ്പോഴാണ് മെസ്സിയുമായിട്ടുള്ള കമ്പാരിസൺ കൂടി. ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ ലൂയിസ് എൻട്രിക്കെ പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഞാനൊരു കാര്യം കൃത്യമായിട്ട് പറയട്ടെ, പ്രസ് അതായത് മാധ്യമങ്ങൾ ലാമിൻ യമാലിനെ ഒന്ന് ശ്വാസം വിടാൻ സമ്മതിക്കണം. അവൻ ബാഴ്സലോണയുടെ 10 നമ്പർ ജേഴ്സിയാണ് അണിയാൻ പോകുന്നത്. അത് തന്നെ ആവശ്യത്തിനുള്ള പ്രഷർ കൊടുക്കും. പിന്നെ അനാവശ്യമായിട്ടുള്ള ഈ കമ്പാരിസൺ ആരോട്? ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരത്തോട്. അതുകൂടി ആവുമ്പോൾ ആ പയ്യൻ ശരിക്കും ബുദ്ധിമുട്ടും. അതുകൊണ്ട് അവനൊന്ന് ശ്വസിക്കാൻ വിട്. ലാമിന് മിസ്റ്റേക്കുകളൊക്കെ വരുത്തട്ടെ, അതിനുള്ള സ്പേസ് ഒക്കെ കൊടുക്ക്. അവന്റെ ഫുട്ബോൾ ക്യാരക്ടർ അവൻ ബിൽഡ് ചെയ്തെടുക്കട്ടെ, അവനെ സപ്പോർട്ട് ചെയ്യൂ. ആവശ്യമില്ലാത്ത കമ്പാരിസണിലേക്ക് പോവല്ലേ. പുതിയ മെസ്സിയെ തേടിയുള്ള ഈ അലച്ചിൽ നിങ്ങളൊന്ന് നിർത്ത്. കാരണം ഇപ്പൊ അങ്ങനെ ഒരാളില്ല, മറ്റൊരു മെസ്സി ഇല്ല എന്ന് മാത്രമല്ല ഇനി ഉണ്ടാവുകയുമില്ല. മെസ്സി വേറെയാണ്, മെസ്സി യുണീക്കാണ്. അപ്പൊ ഞാൻ ഇത്തരത്തിലുള്ള കമ്പാരിസൺസ് കാണുമ്പോൾ, മെസ്സിയും യമാലും തമ്മിലേക്കുള്ള കമ്പാരിസൺസ് ഒക്കെ കാണുമ്പോൾ ഏതെങ്കിലും ജേർണലിസ്റ്റ് എന്നോട് അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ അവനോട് പറയും, 2005 മുതൽ 2025 വരെയുള്ള മെസ്സിയുടെ എല്ലാ ഗോളുകളും ഒന്ന് കാണ്, എന്നിട്ട് നീ വായ തുറക്കുകയെന്ന്. മെസ്സി യുണീക്കാണ്, അദ്ദേഹത്തെ ആരുമായിട്ടും കമ്പയർ ചെയ്യേണ്ടതില്ല എന്നാണ് ഇപ്പോൾ ലൂയിസ് എൻട്രിക്കെ പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് എത്താം.